കോഴിക്കോട് കിഴക്കൻ മലയോര മേഖലയിലെ നെരിപ്പോടാണ് നാദാപുരം. പഴയ കാർഷിക സാംസ്കാരിക മേഖലയായ നാദാപുരം വർഗീയ സംഘർഷങ്ങളുടെ നാടായി മാറിയിട്ട് 3 പതിറ്റാണ്ടുകളായി. 70കളിൽ തുടങ്ങി നാദാപുരത്തെ സംഘർഷങ്ങൾ. ഒരു ഭാഗത്ത് CPM-ഉം മറുഭാഗത്ത് മുസ്ലിം ലീഗും. 87-ൽ നടന്ന വൻ സംഘർഷത്തിൽ 9 പേർ മരിച്ചു. പിന്നെ കുറെ കാലം സമാധാനം. 2001-ൽ വീണ്ടും നാദാപുരത്ത് നിന്ന് സംഘർഷത്തിന്റെ പുകച്ചുരുളുകൾ ഉയർന്നു. തിരുവൻപറമ്പ് ബലാത്സംഗ കേസ്, അതിന്റെ തുടർച്ചയായി ബിനു വധം. നാദാപുരം വീണ്ടും കത്തി. എന്നാൽ കഴിഞ്ഞ 6 വർഷത്തോളമായി സംഘർഷങ്ങൾ അയഞ്ഞ നിലയിലാണ്. നാദാപുരത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള നാദം പദ്ധതിയും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള സമാധാന പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള കൂടിയാലോചനകളും വിഘടിച്ചു നിന്നവരിൽ വിശ്വാസം വളർത്തി. ഇങ്ങനെ കാര്യങ്ങൾ മെച്ചപ്പെടുമ്പോഴാണ് പുതിയ വെല്ലുവിളി. ഇത്തവണ പക്ഷേ രാഷ്ട്രീയ പാർട്ടികളോ മതസംഘടനകളോ അല്ല പ്രതിസ്ഥാനത്ത്, നിയമപാലകരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ പ്രേരണാ കേസുകൾ ഉള്ള നാടായി മാറുകയാണ് നാദാപുരം. ഇന്ത്യൻ ശിക്ഷാ നിയമമനുസരിച്ച് മതസ്പർദ്ധ വളർത്തുന്നതിനെതിരെ ചുമത്തുന്ന 153A വകുപ്പ് പ്രകാരമുള്ള കേസുകൾ. ഇതിലേറ്റവും കൂടുതൽ ഉൾപ്പെടുന്നത് മുസ്ലിം ചെറുപ്പക്കാർ. 200-ലധികം പേരാണ് ഈ കേസിൽ കുടുങ്ങിയിട്ടുള്ളത്. അനൌദ്യോഗിക കണക്കാണ് ഇത്. പറയത്തക്ക വർഗീയ സംഘർഷങ്ങൾ ഇല്ലാത്ത കാലത്ത് എങ്ങനെ ഇത്രയധികം കേസുകൾ? എന്താണ് IPC 153A? ഇന്ത്യൻ ശിക്ഷാ നിയമം 1860 പ്രകാരം 153A എന്നാൽ ഗുരുതരമായ കുറ്റമാണ്. വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുക, പ്രകോപിപ്പിക്കുക, ജാതി, വംശം, ജന്മസ്ഥലം, താമസസ്ഥലം, ഭാഷ എന്നിവയുടെ പേരിൽ സമാധാനം തകർക്കുക, വിദ്വേഷപ്രസംഗം, എഴുത്ത് എന്നിവ പ്രകോപനപരമായ പ്രകടനങ്ങൾ. ശിക്ഷ 3 വർഷം വരെ തടവും പിഴയും, അല്ലെങ്കിൽ ഒന്നിച്ച്. അനുച്ഛേദം 2 പ്രകാരം ആരാധനാലയങ്ങൾ, മതപരമായ ചടങ്ങുകൾ എന്നിവയ്ക്ക് നേരെയുള്ള അക്രമങ്ങൾക്ക് ശിക്ഷ 5 വർഷം വരെ തടവും പിഴയും. നാദാപുരം മേഖലയിലെ വർഗീയ സംഘർഷങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ന പേരിലാണ് 153A വകുപ്പുകൾ ഉൾപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു. കാസർകോട്ടെ ചില ഭാഗങ്ങളും നാദാപുരവുമാണ് പോലീസിന്റെ സജീവ ശ്രദ്ധ പതിഞ്ഞത്. എന്നാൽ വല്ലാത്ത ദുരിതമാണ് നാദാപുരത്ത് മുസ്ലിം ചെറുപ്പക്കാർക്ക് ഇത് സമ്മാനിച്ചത്. ഇതേ വകുപ്പിന്റെ ഭാഗമായി ലുക്കൌട്ട് നോട്ടീസുകൾ ഇറക്കുന്നത് ഇവരുടെ ജീവിതത്തെ ബാധിച്ചു. നിരവധി ചെറുപ്പക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. പലരുടെയും ഭാവി തകർന്നു. വിദേശ ജോലി നഷ്ടപ്പെട്ടു. അനുഭവങ്ങൾ ഇങ്ങനെ. ഗൾഫ് പോകുന്ന സമയത്ത് എൻ്റെ പേരിൽ 3 കേസുണ്ടായിരുന്നു. ഈ 3 കേസിൻ്റെയും ജഡ്ജിമെൻറ്റിൻ്റെ കോപ്പി, വെറുതെ വിട്ട ജഡ്ജിമെൻറ്റിൻ്റെ കോപ്പി ഞാൻ ഗൾഫിൽ വക്കീൽ മുഖാന്തരം വരുത്തിച്ച് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അത് കയ്യിൽ വെച്ചിട്ടാണ് വരുന്നത്. 6 മാസം ഇവിടെ നിന്നിട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ എമിഗ്രേഷനിൽ DYSP നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ പാസ്പോർട്ട് ഇവിടെ വാങ്ങി വെക്കണം എന്നാണല്ലോ. എന്തിന് പാസ്പോർട്ട് വാങ്ങി വെക്കണമെന്നില്ല. അപ്പം ഞങ്ങൾ പിന്നെ അതിൻ്റെ പിറ്റേന്ന് പാസ്പോർട്ട് ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ നിങ്ങളെ വരെ ഒരു കേസുണ്ട്, ആ കേസ് കഴിഞ്ഞു പോയ കേസാന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറയുന്നത് അത് പോലീസ് നമ്മളെ അറിയിക്കണം. പോലീസിൽ ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പാസ്പോർട്ട് ഓഫീസർ നിങ്ങളെ കേസ് കഴിഞ്ഞിരിക്കുന്ന അറിയിക്കേണ്ട ഉത്തരവൊന്നും ഞമ്മക്കില്ല. അപ്പോൾ ഇത് എൻ്റെ കേസ് കഴിഞ്ഞ കേസിനാണ് ഈ പിടിച്ചു വെച്ചതെന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ ഞാനെടുത്ത വഴി പിന്നെ പോലീസിൽ, നാദാപുരം പോലീസിൽ ഒരു വിവരാവകാശം കൊടുക്കുക. എൻ്റെ പേരിൽ ഇത്ര കേസുണ്ട്. വിവരാവകാശത്തിന് മറുപടി കിട്ടി നിങ്ങളെ പേരിൽ ഒരു കേസും നിലവിലില്ല. അത് കാണിച്ചിട്ട് ഞാൻ പാസ്പോർട്ട് വാങ്ങിയത്. പക്ഷെ അതിന് 2-3 ആഴ്ചകൾ എടുത്തതുകൊണ്ട് എൻ്റെ പൈസ കഴിഞ്ഞു പോയി. നാദാപുരം പോലീസിൻ്റെ കമ്മ്യൂണലായിട്ട് ആളുകളെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഇരട്ട നീതി നാദാപുരത്ത് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇര എൻ്റെ പഞ്ചായത്തിൽ 2-3 യൂത്ത് ലീഗുകാരുടെ വേഗത്തുണ്ടായിട്ടുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും വെളമ്പിലാവിൽ ഷുഹൈൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു സജീവ വർക്കർ ബിടെക് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ജോലി ഗൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷേ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ ഒരു കേസിൽ പോലും പ്രതിയല്ലാത്ത ഷുഹൈലിനെ
കോഴിക്കോട് എയർപോർട്ട് തടഞ്ഞു വയ്ക്കുകയും മണിക്കൂറുകളോളം അവിടെ നിൽപ്പിച്ച് അപ്പോൾ ഇവിടുത്തെ ഞങ്ങളെ ബന്ധപ്പെട്ടപ്പോൾ നിലവിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ് ഒരു കേസും അയാളുടെ പേരിൽ ഇല്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ പോലീസിനെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം CIയും അതേപോലെ SP അടക്കം അവസാനം ഇടപെട്ടുകൊണ്ട് ഒരു 12 മണിക്കൂറോളം അയാളെ ഒരു കേസ് പോലും പ്രതിയല്ലാത്ത ആളെ ലുക്കൗട്ട് നോട്ടീസിൽ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇളമ്പിൽ അൽശൂൽ എന്ന് പറയുന്ന ഒരു യൂത്ത് ലീഗുകാരനെ അവിടെ തടഞ്ഞു നിർക്കുന്ന ഒരു സ്വഭാവം. നമ്മളെ ഒരു സഹോദരൻ ബാംഗ്ലൂരിൽ വെച്ച് ലുക്കൗട്ട് നോട്ടീസ് പ്രകാരം അടുത്ത എയർപോർട്ടിൽ നിന്ന് പിടിച്ചപ്പോൾ അവിടുത്തെ പോലീസ് അവനോട് ചോദിച്ചത്, നീ എന്തായാലും ഇൻ്റർനാഷണൽ ക്രിമിനലാണോ? കർണാടകത്തിലൊക്കെ ഞങ്ങൾ ഈ ലുക്കൗട്ട് പ്രയോഗിക്കുന്നത് ഇൻ്റർനാഷണൽ അത്രയും പ്രാധാന്യമുള്ള കേസിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നാട്ടിൽ നടക്കുന്ന ചെറിയൊരു അടിപിടി കേസിൽ ലുക്കൗട്ട് നോട്ടീസ് ഇടുക എന്നുള്ളത് ബാംഗ്ലൂർ എയർപോർട്ടിലെ പോലീസുകാർക്ക് പോലും ഭയങ്കര അതിശയകരമായ സംഭവമായിരുന്നു. എൻ്റെ ഇങ്ങനെ ഗൾഫ് പോക്കേനു എൻ്റെ വെറുതെ തന്നെ കള്ളക്കേസ് കുടുക്കി ഓട്ടോറിച്ച കത്തിച്ച് എന്നെല്ലാം പറഞ്ഞ് വെറുതെ വേണ്ടാതെ ഒന്നും ചെയ്യാതെ വെറുതെ ഗൾഫിൽ നിന്ന് വരുവാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിലും ഭയങ്കര ബേജാറിലായി. എനിക്ക് വരുവാൻ പറ്റൂല, ലുക്കൗട്ട് കൊടുക്കുന്നതെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ലുക്കൗട്ട് പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒന്നും പറഞ്ഞു തരില്ല ആരും. പോലീസുകാർ ഭയങ്കര ഇവിടെ വീട്ടിൽ വന്ന് ശല്യപ്പെടുത്തു. ഓല ശല്യം തന്നെയാണ്. ഞങ്ങളെ വാതിലൊക്കെ പൊട്ടിച്ചളിഞ്ഞിക്ക്. ഞങ്ങൾ വീട്ടിലാരുമില്ല, ഞാനും 2 ചെറിയ കുട്ടികളാണുള്ളൂ. ഓല് പിന്നെ ഇവിടെ പ്രതിയാന്ന് പറഞ്ഞ് പിടിക്കുവാൻ വരും. അന്നേരം 2 ചെറിയ അങ്ങട്ടെലപ്പം കുട്ടികളെയും കൂട്ടിയിട്ട് ഇവിടെ എടുക്കുക. കഴിഞ്ഞ 2012 ഉമ്മത്തൂരിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തമ്മിലുണ്ടായ ഒരു സംഘർഷം, ആ സംഘർഷത്തെ വർഗീയ സംഘർഷങ്ങളാക്കി മാറ്റാനാണ് പോലീസ് ശ്രമിച്ചത്. അതിൽ പരിക്ക് പറ്റിയ MSFൻ്റെ പ്രവർത്തകന്മാരെ പോലീസ് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കെതിരെ 153A എന്ന വകുപ്പ് ചേർത്തുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ സംഘർഷത്തിൽ പങ്കെടുക്കാൻ പോയി ആ സ്ഥലത്തില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ പോലീസിൻ്റെ ഗൂഢമായ ശ്രമത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് 153A എന്ന വകുപ്പ് എനിക്ക് മേൽ ചേർത്തപ്പെട്ടത്. അവിടെ ഉണ്ടായ സംഘർഷത്തിൽ BJP മുസ്ലിം ലീഗ് സംഘർഷമാണ് ഉണ്ടായത്. ആ സംഘർഷത്തെ ഒരിക്കലും BJPക്കാർ ഞാൻ പ്രതിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്നെ പ്രതി ചേർക്കാൻ വേണ്ട ഒരു ശ്രമം അവിടെ ഉണ്ടായി എന്നത് വളരെ പ്രകടമാണ്. ആദ്യത്തെ FIRൽ എൻ്റെ പേരില്ലായിരുന്നു, പിന്നെ കൂട്ടിച്ചേർത്ത് എന്നെ പ്രതിയാക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. '2001 നാദാപുരം ചെക്യാട് നടന്ന മൊയ്തു ഹാജി കൊലക്കേസിൻ്റെ 2 പ്രതികളുടെ വിചാരണ 2012 അതിൻ്റെ പ്രധാന കാരണം ഈ 2 പ്രതികൾ പിടികിട്ടാപ്പുള്ളികളായി ഗൾഫിലേക്ക് കടന്നതുകൊണ്ടാണ്. ഈ 10-11 വർഷം വിചാരണ വൈകിപ്പിച്ചതിന് കാരണക്കാരായ ഈ പ്രതികൾക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് ഇടാതെ ഇരുന്നപ്പോഴാണ് ചെറിയ പെറ്റി കേസുകളിൽ പോലും ഇലക്ഷൻ്റെ അന്ന് പോസ്റ്റർ വരച്ച വിഷയവുമായി ബന്ധപ്പെട്ട കേസിൽ പോലുമുള്ള പ്രതികൾക്ക് നേരെ LOC ഉപയോഗിക്കുന്നത്, ലുക്കൗട്ട് സർക്കുലർ ഉപയോഗിക്കുന്നത്. എന്നാൽ പോലീസിന്റെ നടപടി ഏകപക്ഷീയമാണെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിയായി ബന്ധപ്പെട്ടൊരു സംഭവം നടന്നിരുന്നു ഈ ഏരിയയിൽ. കുളങ്ങരത്ത് വെച്ച് ഗുരുവായൂരിൽ നിന്ന് വരുന്നൊരു ബസ് അടിച്ചു തകർത്തു. ആ ബസ്സിൽ FI സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ബസ് അടിച്ചു തകർത്തു, ആരാണ് അടിച്ചു തകർത്തെന്ന് അറിയില്ല, കണ്ടാലറിയാം, എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്നറിയില്ല എന്നാണ് FI സ്റ്റേറ്റ്മെൻറ്റ്. പിന്നീട് പോലീസ് അഡീഷണലായിട്ട് റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഹിന്ദുക്കളെ ഒറ്റ നായൻ്റെ മക്കളെയും വെച്ചേക്കില്ല എന്നൊരു പോലീസിൻ്റെ വകയിൽ അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. പരാതിക്കാരൻ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ്. പ്രധാനമന്ത്രി കഴിഞ്ഞ ഒരു പാർട്ടം വന്നപ്പോൾ കേരളത്തിൽ പ്രസംഗിച്ചില്ലേ, ഈ തീവ്രവാദം ഭീകരവാദം വർഗീയ അസ്വസ്ഥത കേരളത്തിൽ വളരുന്നു എന്ന് ഒരു ഉത്കണ്ഠ രേഖപ്പെടുത്തിക്കൊണ്ടൊരു പ്രസംഗം കഴിഞ്ഞ വർഷം ചെയ്തു. അങ്ങനെ പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഒരു പ്രസംഗം ചെയ്യാൻ ഗ്രൗണ്ട് എന്താണ്? ഈ FIRൻ്റെ എണ്ണം 153 ഇന്ത്യയിൽ ഏറ്റവും അധികം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ മേഖലയിലാണ്. ഒരു സംസ്ഥാനത്തും കാണാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായൊരു പ്രൈം മിനിസ്റ്റർ പോലെയുള്ള അതോറിറ്റിക്ക് മുമ്പിൽ ഫയൽ വെച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ വർഗീയ അസ്വസ്ഥവും ഭീകരതയും നാദാപുരത്തല്ലേ ഉള്ളത്.
ഈ ഒരു 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 സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത് ഇവിടുത്തെ ഉത്തരവാദിത്ത ബോധമില്ലാത്ത പോലീസുകാരല്ലേ. അവർ കൊടുത്ത റിപ്പോർട്ടുകളിൽ അവരുടെ FIR അവരെന്നെ ക്രിയേറ്റ് ചെയ്ത FIR നമ്മളിപ്പോൾ തീർത്ത് പറയുന്നത് അങ്ങനെ തന്നെയാണ്. വർഗീയവൽക്കരിക്കപ്പെട്ടെന്നുള്ള യാഥാർത്ഥ്യം പല വിഷയങ്ങളും. തൂണേര് പഞ്ചായത്തിൽ 2 പള്ളി ആക്രമിച്ചു. ആ കേസ് തൂണേര് പഞ്ചായത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ 153A വകുപ്പിട്ടിക്കില്ല. സാധാരണ കേസാണ്. ഒരു പള്ളിയിലെ ഒരു കാളി, അതായത് പിന്നെ ഒരു മതവിഭാഗത്തിൻ്റെ നേതാവ് കാളി, അദ്ദേഹത്തെ ഒരാൾ വൈക്ക് വെച്ച് ചീത്ത വിളിച്ച്, ഒരു CPM പ്രവർത്തകൻ. അദ്ദേഹത്തിൻ്റെ എതിരെ 153A വകുപ്പിട്ടിക്കില്ല. നേരെ മറിച്ച് കുഞ്ഞിപ്പുരമുക്ക് എന്ന് പറഞ്ഞാൽ തൂണേര് പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു BJPയുടെ RSSൻ്റെ ഒരു കൊടി നശിപ്പിച്ചതിൻ്റെ പേരിൽ 3 പ്രവർത്തകർക്ക് 153A വകുപ്പിട്ടിട്ട് കേസെടുത്തത്. അപ്പോൾ ഇങ്ങനെ ഒരേ ക്രിമിനൽ, ഒരേ ക്രൈം ഈ ആളെ നോക്കിയിട്ട് അതിൻ്റെ ചെയ്യുന്ന രീതി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. 153A വകുപ്പ് ചേർക്കണമെന്ന് ഉദ്ദേശത്തോടു കൂടി പോലീസ് ചില വാചകങ്ങൾ, അത് ഏകദേശ കേസുകളിലും ഒരേ വാചകങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചത്. ഞാൻ മുസ്ലിമായ അതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഹിന്ദുവായ സുരേഷിനെ ഒരു മുസ്ലിമായ മഹമ്മൂദ് അടിച്ചു എന്നതിൻ്റെ പേരിൽ അങ്ങനെ ഉള്ള വാചകങ്ങൾ എഴുതി ചേർത്ത് ഈ 153A വകുപ്പ് ചേർക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2001 നാദാപുരം കലാപത്തിന് ശേഷം മേഖലയിലെ പോലീസ് നടപടികൾ ശക്തമാക്കി. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ അവസാന കാലത്ത് ചെറിയ കേസുകളിലെ പ്രതികൾക്കായി പോലും ലുക്കൌട്ട് സർക്കുലർ ഇറക്കാൻ തുടങ്ങി. ലുക്കൌട്ട് സർക്കുലർ ഇഷ്യൂ എന്ന സമയത്ത് ആ പ്രതിയെ നിങ്ങളുടെ പേരിൽ ലുക്കൌട്ട് സർക്കുലർ ഇഷ്യൂ എന്നുള്ള നേരിട്ട് അറിയിച്ചിരിക്കണം. ആ ലൊക്കാലിറ്റിയിൽ ലുക്കൌട്ട് സർക്കുലർ ഇഷ്യൂ ചെയ്യണം, പത്രത്തിൽ ഔട്ട് ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഇവിടെ ലുക്കൌട്ട് സർക്കുലർ ഇഷ്യൂ ചെയ്യുന്നത്. LOC അല്ലെ ലുക്കൌട്ട് സർക്കുലർ ഉള്ള കേസിലെ പ്രതികൾ നിസാര വകുപ്പിലുള്ള ആളുകൾ ആയാൽ പോലും മജിസ്ട്രേറ്റ് ആ കേസിൽ റിമാൻഡ് ചെയ്യുകയും ഈ കേസിലെ ആവശ്യത്തിലേക്കായി പ്രോപ്പർട്ടിയായി പാസ്പോർട്ട് കണ്ടുകെട്ടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കണ്ടുകെട്ടിയ പാസ്പോർട്ട് തിരിച്ചു കിട്ടണമെങ്കിൽ റിവിഷൻ പെറ്റീഷനായി മേൽക്കോടതികളിലേക്ക് പോകണം. റിവിഷൻ പെറ്റീഷൻ സാധാരണഗതിയിൽ പരിഗണിക്കാൻ മാസങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഇങ്ങനെ താമസിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ജോലി നഷ്ടപ്പെടുകയും വിസ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഈ പാസ്പോർട്ട് തിരിച്ചു കിട്ടണമെങ്കിൽ വലിയ സംഖ്യ കോടതിയിൽ കെട്ടിവെക്കേണ്ട ആവശ്യവുമായി വരുന്നുണ്ട്. മാത്രമല്ല, ഇങ്ങനെ ജാമ്യമെടുക്കുകയും അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് കേസുകൾ തീർക്കുകയും ചെയ്തതിന് ശേഷവും അവരുടെ ലുക്കൌട്ട് നോട്ടീസ് അല്ലെങ്കിൽ ലുക്കൌട്ട് സർക്കുലർ എയർപോർട്ടുകളിൽ നിന്ന് ഒഴിവാകുന്നില്ല. അവർ വീണ്ടും ഇതിൻ്റെയൊക്കെ ഓർഡറിൻ്റെ അസൽ കോപ്പിയുമായി SPയോ അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരോ നിരന്തരം പോയി കണ്ട് വേണം ഇതിൽ നിന്ന് നീക്കം ചെയ്യാൻ. ലുക്കൌട്ട് നോട്ടീസ് പലപ്പോഴും പ്രതികൾ നാട്ടിലുള്ളപ്പോൾ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വാറണ്ട് കൊണ്ട് ചെന്ന് നോക്കുക ഒന്നും ചെയ്യാതെ തന്നെ പിന്നീട് നേരിട്ട് എയർപോർട്ടിലേക്ക് ലുക്കൌട്ട് നോട്ടീസ് സർക്കുലർ ഇഷ്യൂ ആണ് ചെയ്യുന്നത്. 3-4 കൊല്ലം കഴിഞ്ഞിട്ട് ഇയാൾ ഗൾഫിലേക്ക് പോകുന്ന അവസരത്തിലാണ് അയാളുടെ പേരിൽ ലുക്കൌട്ട് നോട്ടീസുള്ള കാര്യവും ഒക്കെ അറിയുന്നത്. ആ സമയത്ത് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട്, അതുമാത്രമല്ല പലപ്പോഴും കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് പോയ പ്രതികൾ, ജാമ്യമെടുത്ത് ഇറങ്ങിയ പ്രതികളുടെ ലുക്കൌട്ട് സർക്കുലർ പോലും പിൻവലിക്കുന്നില്ല.